ഹലോ, അപ്പോൾ പൂരങ്ങളെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ മുഴുവൻ പൂരങ്ങളാണ്. അപ്പോൾ ഇന്നൊരു സ്നാക്സ് ആവാൻ വിചാരിച്ചു. വേറെ ഒന്നല്ല, മുട്ട പപ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ അതുപോലെ ഉണ്ടാക്കണം എന്നൊരു പൂതി. അപ്പോൾ ഇതാ നല്ല നേരിയതായിട്ട് അരിഞ്ഞ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടിയിട്ട് വഴറ്റി നല്ല വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി ഇതൊക്കെ കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മസാല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി. തക്കാളി ഇടാറില്ല. തക്കാളി ഇടണമെങ്കിൽ തക്കാളി അരച്ച് പേസ്റ്റ് പോലെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക, അതല്ലെങ്കിൽ സോസ് ഒഴിക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ട ഞാൻ ആദ്യമേ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മൈദ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലേശം നമുക്ക് പശ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റിലാണ് കേട്ടോ. അപ്പോൾ ആ ഷീറ്റ് നമ്മളിതുപോലെ ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഇങ്ങനെ പരത്തി വെക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ആ ഒരു മരപ്പലകയുടെ മുകളിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അത് ആ സെൻറ്ററിൽ ഒന്ന് ഇങ്ങനെ ഇതുപോലെ പശ പോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പ്ലസ് ഇട്ട പോലെ വേറൊരു ഷീറ്റും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്ക് ഇതുപോലെ മസാല നമുക്ക് വേണ്ടതുപോലെ വെക്കാം. അതിനുശേഷം നമ്മളുടെ കോഴിമുട്ട ഉണ്ടല്ലോ, അത് കമിഴ്ത്തി ഇതുപോലെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ പശ വെച്ചിട്ട് 4 സൈഡ് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ സൈഡൊക്കെ പൊന്തി നിൽക്കണമെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് ഒട്ടിച്ച് ഇതുപോലെ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുക കേട്ടോ. നമ്മളുടെ വെജിറ്റബിൾ പപ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന് കിട്ടുക. എന്നതിൻ്റെ ശേഷം നമ്മളെല്ലാതും അതുപോലെ ആക്കിയെടുത്തു. എന്നിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഞാനത് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ നല്ല അങ്ങോട്ട് പൊന്തി നമ്മളെ പപ്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് പഫായി നിൽക്കുമല്ലോ, അങ്ങനെ ഇല്ല. ഇതിങ്ങനെ ആ ഒരു തന്നെ നമ്മളുടെ സമൂസയുടെ ഉള്ളിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ. സമൂസയുടെ ഉള്ളിൽ നമ്മൾ എഗ്ഗും മസാലയും വെച്ച ഒരു ടേസ്റ്റിക്ക് ശരിക്ക് പപ്സിൻ്റെ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അത് അടിപൊളിയാണ്, കഴിക്കാൻ കുഴപ്പമില്ല. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കാമെന്ന് മാത്രം. പിന്നെ സോസൊക്കെ ഉണ്ടെങ്കിൽ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ സോസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സോസിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നേക്ക് ഇങ്ങനെ കടിച്ച് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രസമുണ്ട്. എല്ലാവരും പറ്റിങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.